അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് തേൻ നെല്ലിക്കാണ് കേട്ടോ. ഇനി നമ്മൾ നെല്ലിക്ക നമ്മൾ ഈ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന പാത്രത്തിൽ വെച്ചിട്ട് കണ്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. വാട്ടിയെടുക്കുക പറഞ്ഞാൽ നമ്മളതിൻ്റെ ഉറപ്പ് കൂടാൻ വേണ്ടിയിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇതിൻ്റെ അടി കുറച്ച് വെള്ളം പറഞ്ഞാണ്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ മേലെ നെല്ലിക്ക ഇട്ട് കൊടുക്കാം. നമ്മളെ പാത്രത്തിൽ നിന്ന് ആവി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെല്ലിക്ക കിട്ടും. ഒക്കെ ഇട്ടെടുത്തോളാം, ഓരോന്നോരോ ഇട്ടെടുക്കാൻ. അപ്പം ഞാൻ അതിൽ കിടന്നുകൊണ്ട് നമ്മൾ നെല്ലിക്കൻ്റെ ഉറപ്പൊക്കെ ഒന്ന് പോയിട്ടേ കുറച്ച് നേരം മതിയാവും. അപ്പോൾ അതിന് ആവേക്കാരം മൂടിയൊക്കെ നമ്മളെ നെല്ലിക്കൊക്കെ ആകെ വാടി വന്നിക്കണം കേട്ടോ ആവിയിൽ. അപ്പം ഇനി ഇത് നമുക്ക് ഒന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് ഓരോ നെല്ലിക്കത് അതുപോലെ ഉണക്കിയെടുക്കണം കേട്ടോ. വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ പേപ്പറോ മുണ്ടൊക്കെ വെച്ചുകൊണ്ട് നല്ലോണം തുടച്ചെടുക്കുക. നമ്മൾ മുണ്ടാണ് എടുത്തുക്കുന്നത്. ഒക്കെ തുടച്ചുകാണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫോർക്കോണ്ടോ എന്തുകൊണ്ട് ഇരുത്താണ് ഇങ്ങനെ കേട്ടോ. കുത്തുന്നതാണ് കുറച്ച് മതി. എല്ലാം കുത്തി കൊടുക്കാൻ പറ്റില്ല. കുറച്ചൊക്കെ ഉടഞ്ഞിക്കണം. ആവിയിൽ കുറച്ച് അധികം കടന്നുകൊണ്ട് കുറച്ചൊക്കെ ആകെ ഉടഞ്ഞ് പോയിക്കണേ. അപ്പോൾ എല്ലാം ഒന്ന് കുത്തി കൊടുക്കുക. നമ്മൾ തേനെല്ലിക്ക് ആവശ്യമായിട്ടുള്ള പനഞ്ചക്കര കൽക്കണ്ടാണ് കേട്ടത്. ഇനി ഇത് നമ്മളൊന്ന് ഉരുക്കിയെടുക്കുകയാണ്. നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഏലക്കായും പട്ടയും കറാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ അതിലേക്ക് വലിയ 3 കഷ്ണം ശർക്കര ഇടുന്നുണ്ട്. ഇനി അതങ്ങനെ ഉരുകി വന്നോട്ടെ. ഒന്ന് പോയിട്ടോ, ഒന്ന് പോയിട്ട്. അപ്പോൾ നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചക്കരയും മറ്റേ സാധനമൊക്കെ പാടെ കൂടി നല്ല മധുരീകാരം. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 മണി നല്ല ജീരകം ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഇളക്കി കൊടുത്തേ. അപ്പോൾ പനങ്കൽക്കണ്ടിയും ശർക്കരയൊക്കെ ഒരുക്കിക്കണം കേട്ടോ. അപ്പം ഇനി നമുക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ശർക്കര ശേറിയുണ്ട് ഇത്ര ഇടാൻ പറഞ്ഞു. ശർക്കരൻ്റെ കളറാണ് പൊന്തിക്കുക. തേങ്ങാട്ടിയ താണ്ട് കുറച്ചുള്ളൂ കേട്ടോ. 100 തേന വാങ്ങിയത്. ഇത് ശരിക്ക് നമ്മൾ എത്ര ഇതെടുത്തോ അത്രത്തോളം തേൻ വേണം. അപ്പം ഇനിയിപ്പോൾ നമ്മൾ തൊക്കപ്പാടെ പാകുന്നത് രസമുണ്ടോ അല്ലേ അറിയില്ലല്ലോ. അപ്പോൾ അവർ 100 തേൻ വാങ്ങിയിട്ടുള്ളൂ. ആ തേൻ്റെ ചെറിയ ടേസ്റ്റ് ഇട്ടാൻ വേണ്ടി. അപ്പം നമ്മളിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ചെറുതാ. അപ്പോൾ നമ്മളെ തേൻ നെല്ലിക്ക ഇവിടെ റെഡി ആക്കണം കേട്ടോ. പിന്നെ ഇതിപ്പോൾ കഴിക്കാനാവില്ല കേട്ടോ. ഇത് കുറച്ച് ദിവസം അങ്ങനെ വെക്കണം കുപ്പിയിലിട്ടുകാണ്ട്. അപ്പം നമ്മൾ തേൻ നെല്ലിക്കൊക്കെ ചൂടാറിക്കാണ്ട് അപ്പം ഇനി നമ്മൾ ഈ കുപ്പിക്കാക്കാം കേട്ടോ. കുപ്പി കഴിക്കാം. അപ്പോൾ നമ്മൾ തേനെല്ലിക്ക നമ്മൾ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പൊട്ടൻ്റെ കുപ്പിയിലാക്കിയത്. അത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആ തേനെന്തൊക്കെ നെല്ലിക്കയ്ക്ക് പിടിച്ചിക്കാണ്ട് അടിപൊളിയാവുള്ളൂ. അപ്പോൾ അന്ന് നമുക്കത് കുറച്ച് ദിവസം അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടാ. നമ്മൾ തേനെല്ലിക്ക 10 ദിവസം കഴിഞ്ഞ് കാണാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ ഇക്കണെന്ന് നമുക്ക് നോക്കാം. 10 ദിവസമായി. ഇത് ശരിക്കത് മണ്ണിലൊക്കെ കുഴിച്ചിടണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. നമ്മളിത് മണ്ണിലൊന്നും കുഴിച്ചിട്ടിട്ടില്ല.
കിട്ടണില്ലേ? അടപ്പൊന്നും കിട്ടണില്ല കേട്ടോ. നോക്കാട്ടോ. വരാം. അപ്പോൾ ഞാൻ കിട്ടിയിട്ടില്ല. അതിന് ഒരു കുത്തുന്ന ടേസ്റ്റ് എന്താ അറിയില്ല. നോക്കെ.